എനിക്ക് ആദ്യമായിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് ലഭിച്ചൊരു സ്മാർട്ട് ഫോണാണ് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോൺ. ഇത് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് ഫുള്ളി മെറ്റാലിക് കൊണ്ട് തയ്യാറാക്കിയതാണ്. 4G കാലഘട്ടമൊക്കെ വന്നതിന് ശേഷം പിന്നീട് നമ്മൾ അത്തരത്തിൽ ഫുള്ളി മെറ്റാലിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കണ്ടിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്നാൽ അതിനൊരു അപവാദമായിട്ട് ഇപ്പോൾ ഇത് 5G യുഗത്തിൽ ഫുള്ളി മെറ്റാലിക് ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് OnePlus Nord 4 എന്ന പേരിൽ. എന്തായാലും ഇത്തരത്തിലൊരു മെറ്റാലിക് ബോഡി നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി അത് വേറെ ലെവൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയേണ്ടി വരും. ദീർഘകാലം യാതൊരു പ്രശ്നവും വരാതിരിക്കും. എസ്പെഷ്യലി നമ്മുടെ കയ്യിൽ നിന്നൊക്കെ താഴെ വീണാൽ ഇതിന്റെ ബാക്ക് ബോഡിക്കൊന്നും യാതൊരു പ്രശ്നം വരില്ല. ഒരു ഡ്യുവൽ ഫിനിഷാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷും ഇവിടെ ഒരു മാറ്റ് ഫിനിഷും ആണ് കൊടുത്തിരിക്കുന്നത്. കൺവെൻഷനലായി വന്നിരുന്ന ക്യാമറ മൊഡ്യൂൾ, അതായത് വെർട്ടിക്കലി ഇരുന്ന ക്യാമറ മൊഡ്യൂളിനെ ഹൊറിസോണ്ടൽ ഷേപ്പിലേക്ക് മാറ്റിയ നത്തിങ് ഫോൺ 2A ആ ഒരു രീതിയിലാണ് OnePlus Nord 4 ക്യാമറ റിങ്ങുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇത്തരത്തിൽ ഹൊറിസോണ്ടലിയാണ് ആ ഒരു ക്യാമറ റിങ്ങുകൾ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്യുവൽ LED ഫ്ലാഷ് ലൈറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഫോണിന്റെ ബാക്ക് മെറ്റാലിക് ആയതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു ഫ്രെയിമും ഇത്തരത്തിൽ മെറ്റാലിക് തന്നെയാണ്. ഇതൊരു യൂണി ബോഡി ഡിസൈൻ ആണ്. അതായത് ബാക്കിലെ മെറ്റാലിക് ഡിസൈൻ ഇങ്ങനെ സൈഡിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നത്. OnePlus ഫോണുകളിൽ ചില സീരീസിൽ കാണുകയും എന്നാൽ ചില സീരീസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്ന അലർട്ട് സ്ലൈഡർ എന്തായാലും Nord 4 കൊടുത്തിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും IR ബ്ലാസ്റ്റർ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഫോണിന് കാര്യമായിട്ടുള്ള തിക്നെസ് ഒന്നും വന്നിട്ടില്ല. 8mm ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ്. അതുപോലെ മെറ്റാലിക് ബോഡി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മുൻഗാമിയായിട്ടുള്ള Nord 3യിൽ നിന്നും ഒരു അല്പം വെയിറ്റ് കൂടിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് പറഞ്ഞാൽ 199.5 ഗ്രാം ആണ്. എന്നാലും OnePlus അത്തരത്തിൽ ഒരു 200 ഗ്രാമിൽ താഴെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു ഫോം ഫാക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വിഡ്ത്ത് കൂടി രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന പല ഫോണുകളും കുറച്ച് വിഡ്ത്ത് കുറച്ച് ഹൈറ്റ് കൂടിയ രീതിയിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലാണ് പലപ്പോഴും ഫോണുകൾ ഇപ്പോൾ വരുന്നത്. എന്നാൽ ഈ ഒരു ഫോൺ അങ്ങനെയല്ല. നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു അല്പം വിഡ്ത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ ഒരു അല്പം വിഡ്ത്ത് കുറഞ്ഞ ഫോണുകളെ അപേക്ഷിച്ച് ഒരു ചെറിയ ബുദ്ധിമുട്ട് ഹാൻഡിലിംഗിൽ ഇത് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഡ്യുവൽ നാനോ സിം കാർഡാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെമ്മറി എക്സ്പാൻഷൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല. ഇനി നമ്മൾ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളെ കണ്ണിൽ പെട്ടെന്ന് ഉടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു യൂണി ബോഡി ബെസലുകൾ തന്നെയാണ്. ഫോണിന്റെ 4 സൈഡിലും വളരെ തിന്നായിട്ടുള്ള ബെസലാണ്. ഓവർ ബെസലുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തില്ല. അതിമനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് OnePlus നൽകിയിരിക്കുന്നതായിട്ട് കാണുന്നത്. സ്ക്രീൻ സൈസ് പറയുമ്പോൾ 6.74 ഇഞ്ചിന്റെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതും AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 1.5K റെസൊല്യൂഷൻ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഹയർ റിഫ്രഷ് റേറ്റ് ആയിട്ടുള്ള 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ, സാധാരണ OnePlus ഫോണുകളെ പോലെ തന്നെ. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് 2150 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു വിഷയം അതുകൊണ്ട് തന്നെയും വരുന്നില്ല. മാത്രമല്ല HDR10+ന്റെ സപ്പോർട്ടും അൾട്രാ HDRന്റെ സപ്പോർട്ടും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. എന്ത് തന്നെയാലും ഡിസ്പ്ലേ വിഭാഗം ടോപ്പ് തന്നെയാണ്. കർവ്ഡ് ഡിസ്പ്ലേ അല്ല എന്നുള്ളതേ ഉള്ളൂ ഒരു കുറവ്. നോഡ് സീരീസിൽ അങ്ങനെ കർവ്ഡ് ഡിസ്പ്ലേ വരാറില്ലെന്നാണ് എന്റെ ഓർമ്മ. എന്തായാലും ഡിസ്പ്ലേ കൊള്ളാം. ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് BGMI ആരാധകർക്ക് ഒരു വലിയ സന്തോഷ വാർത്ത ഉള്ളതെന്ന് പറയുന്നത് ഇതിനകത്ത് 90 FPS സപ്പോർട്ടിൽ നമുക്ക് BGMI കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ്, അതായത് 90 FPS ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല, ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. TDM മാത്രമല്ല, ക്ലാസിക് കളിച്ചപ്പോഴും സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഗെയിം പ്ലേ കാണുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TDM-ൻ്റെതായിട്ടുള്ള ഗെയിം പ്ലേ വെക്കുന്നത്. അല്ലാതെ ക്ലാസിക് ആയാലും TDM ആയാലും ഏത് തരത്തിലുള്ള ഒരു ഗെയിമുകളെ തന്നെ ഏത് തരത്തിലുള്ള ഗെയിം ഫോർമാറ്റിലായാലും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോൺ കാഴ്ചവെക്കുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രോസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന് പറയുന്ന 5G പ്രോസറാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ AnTuTu സ്കോർ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 14.5 ലക്ഷത്തിന് അടുത്തുള്ള ഒരു AnTuTu സ്കോർ സമ്മാനിക്കുന്ന ഒരു ഫോണാണ്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് മാക്സിമം 12GB റാം വരെയും അതുപോലെ 512GB ROM വരെയും നൽകിയിട്ടുണ്ട്. അതുപോലെ LPDDR5X ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്ന റാം. എന്നാൽ ഇതിന്റെ സ്റ്റോറേജ് ടൈപ്പിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഹയർ സ്റ്റോറേജ് ഓപ്ഷനുകളായിട്ടുള്ള 256GB-ലും 512GB-ലും മാത്രമാണ് UFS 4 നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ ബേസ് വേരിയന്റ് ആണ് വാങ്ങുന്നതെങ്കിൽ, അതായത് 128GB സ്റ്റോറേജ് ഓപ്ഷൻ ആണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അവിടെ UFS 3.1 ആണ് നൽകിയിരിക്കുന്നത്. നേരത്തെ OnePlusന്റെ ചില ഫോണുകൾ ഇത്തരം ഒരു രീതി പലപ്പോഴും ചെയ്ത് കാണാറുണ്ട്. എന്ത് തന്നെയായാലും പെർഫോമൻസ് ബേസ്ഡ് കുഴപ്പമൊന്നുമില്ല. യാതൊരുവിധ ലാഗോ ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയല്ല. വളരെ സ്മൂത്ത് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അതുപോലെ ഗെയിം കളിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ 90 FPS BGMI കളിക്കാം എന്നുള്ളതും ഈ ഒരു സ്മാർട്ട് ഫോൺ തിരഞ്ഞെടുക്കാൻ കാരണമാകും. 5500 mAh ബാറ്ററിയാണ് OnePlus ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നേരത്തെ 5000 mAh ആയിരുന്നു ഒരു സ്റ്റാൻഡേർഡ് ബാറ്ററി ആയിട്ട് വരുന്നത്. എന്നാൽ OnePlus തന്നെയാണ് ഇത്തരത്തിൽ 5500 mAh എന്ന രീതി പലപ്പോഴും അവരുടെ മുൻകാല ഫോണുകൾ നൽകി തുടങ്ങിയത്. അതുപോലെ തന്നെ 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് OnePlus നൽകിയിട്ടുണ്ട്. വെറും 28 മിനിറ്റ് കൊണ്ട് നമുക്ക് 100% ചാർജിംഗിൽ എത്തിക്കാം എന്നുള്ളതും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകതയാണ്. ചാർജിങ്ങിനായിട്ട് ഇത്തരത്തിൽ USB Type-C ചാർജിംഗ് പോർട്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ക്യാമറ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബാക്കിൽ ഇത്തരത്തിൽ 2 ക്യാമറകളാണ് നൽകിയിരിക്കുന്നതായി കാണുന്നത്. എടുത്തു പറയാനൊരു കാര്യം, ഈ ഒരു ഗ്ലോസി
ഏരിയ ഭാഗത്ത് കുറച്ച് ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണെന്ന് ഓർമ്മിക്കട്ടെ. കഴിഞ്ഞ OnePlus Nord 3 എന്ന ഇതിന്റെ മുൻഗാമിയിൽ ബാക്കിൽ 3 ക്യാമറകൾ ഉണ്ടായിരുന്നപ്പോൾ 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസർ പേരിന് വേണ്ടി ഉണ്ടായിരുന്നു. അത് ഇവിടെ ഒഴിവാക്കിയിരിക്കുന്നു. ബാക്കി മെഗാ പിക്സൽ കണക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാം സെയിം ആണ്. 50 മെഗാ പിക്സലിൽ ഒരു പ്രൈമറി സെൻസറും 8 മെഗാ പിക്സലിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ Nord 3യിലെ 50 മെഗാ പിക്സലിന്റെ ആ ഒരു സെൻസർ അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സെൻസർ മാറിയിട്ടുണ്ട്. സോണി LYT600 എന്ന് പറയുന്ന സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതൊക്കെ നമുക്ക് പേപ്പറിൽ എഴുതി വയ്ക്കാവുന്ന സ്പെസിഫിക്കേഷൻ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോയും വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. എസ്പെഷ്യലി ഇതിന്റെ ക്യാമറയിൽ HDR സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അത് ആ ക്ലൗഡ് കാണുമ്പോൾ അറിയാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലൂടെ കാണുമ്പോൾ അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഞാൻ നേരിൽ കാണുമ്പോൾ കൊള്ളാം, മനോഹരമായിട്ടുള്ള ഫോട്ടോകളാണ്. അതുകൊണ്ട് തന്നെ ഫോണിന്റെ ഡിസ്പ്ലേയിലൂടെ ഈ ഫോട്ടോകൾ കാണാൻ അതിമനോഹരമാണ്. ഓർക്കുക, ഈ കാണുന്ന ഫോട്ടോ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതിന്റെ ആ ഒരു HDR സപ്പോർട്ട് പിന്നെ കിട്ടണമെന്നില്ല. നിങ്ങളുടെ ഫോണിലൂടെ കാണുമ്പോൾ ആ ഒരു HDR സപ്പോർട്ട് അറിയണമെന്നില്ല. എന്തായാലും നമ്മൾ ഇവിടെ ഈ ഒരു ഫോണിലൂടെ കാണുന്നത് കൊണ്ട് നേരിട്ട് കാണുമ്പോൾ അതിമനോഹരമാണ്. എസ്പെഷ്യലി ആ ക്ലൗഡി ഏരിയയൊക്കെ അടിപൊളിയായിട്ട് ഇതിനകത്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ എന്ന് പറയേണ്ടി വരുന്നു. ബാക്ക് ക്യാമറ അതുപോലെ തന്നെ സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 മെഗാ പിക്സലിന്റെ സ്ഥിരം വേട്ടമൃഗമാണ് OnePlusലെ ഈ ഒരു സെൽഫി ക്യാമറയിലും നൽകിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു സെൽഫി ക്യാമറ അത്ര ഭയങ്കര വൗ എന്ന് പറയാനില്ലെങ്കിലും തരക്കേടില്ലാത്ത ഒരു സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ് ഇവിടെ സമ്മാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫി വീഡിയോകളും ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു സ്റ്റെബിലൈസേഷന്റെ ഒരു പ്രശ്നം സെൽഫി വീഡിയോകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്ക് ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയും കുഴപ്പമില്ലാത്ത ഒരുവിധം നല്ല ഒരു വീഡിയോ ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മെയിൻ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് 4K 60 റെസൊല്യൂഷനിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വൈഡ് ആംഗിൾ ക്യാമറയിലും അതുപോലെ സെൽഫി ക്യാമറയിലും ഇപ്പോഴും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ഫുൾ HD 30 FPS മാത്രമേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ വൈഡ് ആംഗിൾ പോലും 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ക്യാമറ സ്വിച്ചിങ് നടക്കില്ല. ആ പ്രൈമറി ക്യാമറയിൽ നിന്ന് വൈഡ് ആംഗിളിലേക്ക് കയറുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം 4K റെസൊല്യൂഷനിലിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വൈഡ് ആംഗിളിലേക്ക് വരുമ്പോൾ അതും ഫുൾ HDയിലിട്ട് മാറുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു സ്വിച്ചിങ് അവിടെ നടക്കാത്തത്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോ ക്യാമറകൾ സ്വിച്ച് ചെയ്തുകൊണ്ടുള്ള കണ്ടിന്യൂസ് ഷൂട്ടിംഗ് ഈ ഒരു ഫോണിനകത്ത് സാധ്യമല്ല. അതുപോലെ തന്നെ ബാക്ക് ക്യാമറയ്ക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നുകൊണ്ടൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വലിയ ഷേക്ക് ഇല്ലാത്ത വീഡിയോകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എടുക്കാൻ സാധിക്കും. അതുപോലെ ഫോട്ടോകൾ എടുക്കുമ്പോൾ അബദ്ധത്തിൽ കൈയൊന്ന് അനങ്ങിയാൽ പോലും വലിയ ബ്ലേഡ് ആവാത്ത ഫോട്ടോകളും ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ട് എടുക്കാം. ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Android 14 അധിഷ്ഠിതമായി OnePlusന്റെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള Oxygen OS 14.1 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. പക്ഷേ എനിക്ക് അതിനകത്ത് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. സാധാരണ OnePlus ഫോണുകളിൽ 90% ഫോണുകളിലും കാണാത്ത ബ്ലോട്ട് വേസുകൾ ഇതിനകത്ത് വന്നു കൂടിയിരിക്കുന്നു. അതായത് ഇവിടെ ഒരു ആപ്പ് കാണാം, 1, 2, 3, 4, അതുപോലെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്പ്, സ്പോട്ടിഫൈ, അത് ഓക്കെ പ്രീമിയം ആപ്പാണെങ്കിലും വെക്കാം ഫേസ്ബുക്കും സ്പോട്ടിഫൈയും. അല്ലാതെ ഒരു 4 ആപ്പ് ഇതിനകത്ത് വന്ന് കൂടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ കാൻഡി ക്രഷ് പോലും ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നു ബ്ലോട്ട് വേസായി. അത് ഒരിക്കലും OnePlusന്റെ ഭാഗത്തു നിന്ന് നമുക്ക് സഹിക്കാനാവുന്ന ഒരു കാര്യമല്ല എന്നും ഓർമ്മിപ്പിക്കട്ടെ. മാത്രമല്ല ഇത് ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിലെ ഫോണാണ്. അപ്പോൾ അത്രയും പ്രൈസിങ് കൊടുത്ത് വാങ്ങുന്ന ഒരു ഫോണിനകത്ത് ബ്ലോട്ട് വേസുകൾ, അതും OnePlus എന്ന് പറയുന്ന ബ്രാൻഡ് നൽകുന്നതിനോട് അത്ര നമുക്ക് അക്സെപ്റ്റബിൾ അല്ല ആ ഒരു ബ്ലോട്ട് വേസിന്റെ കാര്യം എന്ന് ഓർമ്മിപ്പിക്കാം. ഫോണിനകത്ത് സ്റ്റീരിയോ സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള, നല്ല ലൗഡായിട്ടുള്ള, നല്ല സ്റ്റീരിയോ സെപ്പറേഷനുള്ള പ്രീമിയം സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഇൻ ഡിസ്പ്ലേയിലാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിന്റെ പൊസിഷൻ ഒരുപാട് താഴെയാണ്. തരക്കേടില്ലാത്ത വേഗതയിൽ ഈ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആവുന്നുണ്ട്. ഒരു ഭയങ്കര വേഗതയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടെന്ന് മാത്രം. ബ്ലൂടൂത്ത് വെർഷൻ 5.4 നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ POS മെഷീനിലൊക്കെ ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ട് പേ ചെയ്യാനൊക്കെ സാധിക്കും. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വയർലെസ് ചാർജിംഗ് ഇല്ല. അതുപോലെ IP റേറ്റിംഗിനെ പറ്റി പറഞ്ഞൊന്നും കേട്ടതുമില്ല. അതുപോലെ തന്നെ അക്വാ ടച്ച് എന്ന് പറയുന്ന ഫീച്ചറും OnePlus ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് ചെറുതായിട്ട് മഴത്തുള്ളികളൊക്കെ വീണ്ടിരുന്നാലും നമുക്ക് ടച്ചിന് യാതൊരു പ്രശ്നമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് അപ്പോഴും നമുക്ക് ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യുന്ന ഒരു രീതി ഈ ഒരു ഫോണിനകത്തും നൽകിയിട്ടുണ്ട്. ഇതിന്റെ മുൻഗാമിയായിട്ടുള്ള OnePlus Nord 3യിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OnePlus Nord 3യിൽ 5000 mAh ബാറ്ററി ആയിരുന്നെങ്കിൽ ഇവിടെ Nord 4ൽ അത് 5500 mAh ആയിട്ടും, അതുപോലെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് 80 വാട്ട് മാത്രമായിരുന്നത് ഇവിടെ 100 വാട്ടിലേക്കും ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ക്യാമറയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസർ Nord 3യിൽ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഒഴിവാക്കി 2 ക്യാമറകളെ ഈ ഒരു Nord 4ൽ നൽകിയിട്ടുള്ളൂ. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ Nord 3യിൽ 5.3 ആയിരുന്നത് ഇവിടെ 5.4 ആണ് നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് Nord 3യിലെ പ്രോസസർ എന്ന് പറയുന്നത് Dimensity 9000 എന്ന് പറയുന്ന പ്രോസസർ ആയിരുന്നു. അതിന്റെ ഒരു AnTuTu സ്കോർ എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം മാത്രമായിരുന്നു എങ്കിൽ ഇവിടെ Nord 4ലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗന്റെ തന്നെ പ്രോസസറായ 7+ Gen 3 എന്ന് പറയുന്ന പ്രോസസർ, അതും AnTuTu സ്കോർ ഈ പറഞ്ഞ പോലെ ഒരു 14.5 ലക്ഷത്തോളമുള്ള AnTuTu സ്കോർ സമ്മാനിക്കുന്ന പ്രോസസർ കൊടുത്തിട്ടുണ്ട്
വന്നിട്ടുണ്ട് എന്നുള്ളതും അപ്ഗ്രേഡ് ആയിട്ട് വേണം നമുക്ക് പറയാൻ. അപ്പോൾ പെർഫോമൻസ് സൈഡിൽ എന്ത് തന്നെയായാലും നോട്ട് 3യിൽ നിന്നും കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ഒരു ഫോണിലും ഈ ഒരു 5G യുഗത്തിൽ കാണാത്ത മെറ്റാലിക് ബോഡി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. മാത്രമല്ല മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, അതുപോലെ ഈ പറഞ്ഞ 90 FPS സപ്പോർട്ടുള്ള ഗെയിമിംഗ് BGM ലഭിക്കുന്നു എന്നുള്ള കാര്യം, ഒരു ആവറേജ് ക്യാമറ പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതും, അതുപോലെ ബാറ്ററി സൈഡും പെർഫോമൻസും എല്ലാം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഹൈലൈറ്റുകൾ ആകുമ്പോൾ എനിക്ക് ഈ ഒരു ഫോണിനകത്ത് ഇഷ്ടപ്പെടാതെ പോയ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ സൈഡിൽ കുറച്ച് ബ്ലോട്ട്വെയർസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം, സെൽഫി ക്യാമറയിലും വൈഡ് ആംഗിളിലും 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതും, IP റേറ്റിംഗിനെ പറ്റി എങ്ങും പറഞ്ഞു കേട്ടില്ല എന്നുള്ളതും വേണമെങ്കിൽ ഈ ഒരു ഫോണിന്റെ കുറവുകളായി നമുക്ക് പറയാം. അപ്പോൾ ഇതിന്റെ വില ആക്ച്വലി എനിക്ക് നിലവിൽ അറിയത്തില്ല. എന്നാൽ ഞാൻ ഈ ഒരു ഫോണിന്റെ ഒരു വില ഒന്ന് ജസ്റ്റ് ഒന്ന് ഊഹിച്ച് പറയാം. അതായത് OnePlus Nord 3 ആദ്യം പുറത്തിറക്കിയ പ്രൈസിംഗ് എന്ന് പറയുന്നത് 34,000 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ OnePlus Nord 3 ഏകദേശം 11,000 രൂപ കുറച്ചുകൊണ്ട് 23,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും Nord 4 ഈ പറഞ്ഞതുപോലെ ഒരു 34,000 രൂപ Nord 3 പുറത്തിറക്കിയ ആ ഒരു പ്രൈസിലായിരിക്കാം വിൽക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നത്. മാത്രമല്ല ഇതേ പ്രോസസറുമായിട്ട് വരുന്ന ഇതിന്റെ ഒരു എതിരാളിയാകാൻ പോകുന്നത് റിയൽമിയുടെ GT60 എന്ന് പറയുന്ന ഫോണാണ്. റിയൽമി GT60 ഏതാണ്ട് ഒരു 31,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ GT60 എന്ന് പറയുന്ന ആ ഒരു ഫോൺ ഇതിനൊരു വലിയ വെല്ലുവിളി ഉയർത്താതിരിക്കാൻ OnePlus ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ഒരു 30,000-നും 34,000-നും ഇടയ്ക്ക് നിർത്തേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അതിൽ നിന്നും വില കൂടാം, അതിൽ നിന്നും വില കുറയാം. പക്ഷേ ഈ ഒരു മെറ്റാലിക് ബോഡിയൊക്കെ ആകുമ്പോൾ എന്തായാലും ഈ ഒരു ഫോണിന്റെ കോസ്റ്റ് കൂടും എന്നുള്ളതും നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന വില ഒരു 30,000-നും 34,000-നും ഇടയ്ക്കാണ്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് ഇപ്പോൾ തന്നെ അറിയാവുന്നതാണ്.